Good morning. Good morning, ma'am. 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 Good Good morning, ma'am. Okay. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എവിടെയായിരുന്നു? പ്ലാനിംഗ് പാരാമീറ്റേഴ്സ് ഓഫ് എ മോർച്ചറി അല്ലെ. രണ്ട് കാര്യങ്ങളാണ് അതിൽ നമ്മൾ പഠിച്ചത്. ലൊക്കേഷനും ഉണ്ട്, സ്പേസ് റിക്വയർമെന്റ്സും ഉണ്ട് അല്ലെ. ഓക്കെ, എന്താണ് COPP എന്ന് പറഞ്ഞാൽ? അതിന്റെ എക്സ്പെക്ട് ഫോം എന്ന് പറഞ്ഞു നോക്കിയേ, വായിച്ചായിരുന്നോ നിങ്ങള്? COPP, expand COPP. Committee on Plan Budget. Okay. മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് എന്ത്? ഫങ്ഷണൽ ഏരിയാസ്. ഏതൊക്കെ ഫങ്ഷണൽ ഏരിയാസ് ആണ് മോർച്ചറിക്ക് ഉള്ളത് നോക്കിയേ. ഫസ്റ്റ് വൺ, പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. ഓക്കെ, പോർട്ടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസിനെയാണ് നമ്മൾ പോർട്ടിക്കോ എന്ന് പറയുന്നത്. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. Ample parking area with a covered area of about 18 meters square for vehicle should be facilitated at the entrance to the body store in order to protect from wet weather and screen from adjacent area with an exit to secondary road or parking area. എന്താ പറയുന്നത്? കവേർഡ് വിത്ത് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ എന്ന് പറയുന്നത് എന്താണ്? ആംബിൾ പാർക്കിംഗ് ഏരിയ വിത്ത് കവേർഡ് ഏരിയ. എന്താണ്? ഒരു വിപുലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആയിരിക്കണം മോർച്ചറിക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതെങ്ങനെയാണ് അതിനെ കവർ ചെയ്തിരിക്കുന്നത്? 18 മീറ്റർ സ്ക്വയറോളം ഏരിയയോളം എന്ത് ചെയ്യണം? കവർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഈ എന്താണ്, നമ്മളെ ആക്സിഡന്റ് എമർജൻസിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ അല്ലെ, അവിടെ എന്താണ് ഇപ്പോ വെയില്, മഴ, അതുപോലെ തന്നെ മഞ്ഞ്, അങ്ങനെയുള്ള കാലാവസ്ഥകളാകുമ്പോ നമ്മൾ ആംബുലൻസിൽ നിന്ന് ആളുകളെ ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മഴയ്ക്ക് നനയുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എന്താണ് അവർക്ക് അവിടെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷെൽട്ടർ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് ഷെൽട്ടർ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷണൽ ഡിസൈനിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ വെറ്റ് വെതർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെറ്റ് വെതർ എന്ന് പറഞ്ഞാല് മഴ നനയാതിരിക്കാൻ അല്ലെ, മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഡെഡ് ബോഡീസ് നമ്മള് വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോ വെഹിക്കിൾസിൽ നിന്ന് പുറത്തേക്ക് ബോഡീസ് ഇറക്കുമ്പോഴും അതുപോലെ തന്നെ ബോഡീസ് കയറ്റുമ്പോഴും അതിന് ഇപ്പോ മഴയൊക്കെ നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ അല്ലെ, ഷെൽട്ടർ ഉണ്ടായിരിക്കണം. ആൻഡ് സ്ക്രീൻ ഫ്രം അഡ്ജസന്റ് ഏരിയ വിത്ത് ആൻ എക്സിറ്റ് ടു സെക്കൻഡറി റോഡ് ഓർ പാർക്കിംഗ് ഏരിയ. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ചില ഹോസ്പിറ്റലുകളിൽ എന്താണ് ബാക്ക് വശത്തായിരിക്കും, സൈഡിലൊക്കെ ആയിരിക്കും മോർച്ചറി ഉണ്ടായിരിക്കും. അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മോർച്ചറി ഉള്ളതെങ്കിൽ അല്ലെ, ചില സൈഡിലോ അല്ലെങ്കിൽ എന്താണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ബാക്കിലൊക്കെ ആയിട്ടായിരിക്കും മോർച്ചറി ഉണ്ടായിരിക്കുമ്പോ അവിടെ ഇങ്ങനെ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ ചിലപ്പോ സൈഡിലൂടെയൊക്കെ നടന്നു പോവാം അല്ലെ. മറ്റു പോപ്പുലേഷൻസ്, മറ്റു പേഷ്യൻസ് ആയാലും പബ്ലിക് ആയാലും എന്താണ് സൈഡിലൂടെയൊക്കെ നടന്നു പോവാം. അപ്പൊ നമ്മള് ഇങ്ങനെ ഈ ഡെഡ് ബോഡീസ് ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കയറ്റുന്നത് കണ്ടിട്ടൊക്കെ അവർക്ക് നല്ല രീതിയിൽ വിഷമം അല്ലെ. നമ്മളായാലും എന്താണ് ഡെഡ് ബോഡീസിനെ കാണുമ്പോൾ നമുക്കൊരു വിഷമം വരാറുണ്ട് അല്ലെ. ഇപ്പൊ ആംബുലൻസിലൊക്കെ കയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് പലർക്കും. അതുകൊണ്ട് തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രീൻ വെച്ചിട്ട് മറച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവര് കാണുന്നത് അല്ലെങ്കിൽ കയറ്റുന്നതൊന്നും കാണാൻ പറ്റില്ല. അവർക്ക് എന്താണ് അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് പ്രോപ്പർ ആയിട്ട് സ്ക്രീൻ വെച്ച് മറച്ചിരിക്കണം.
ഇത്രയും കാര്യങ്ങളാണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോയിൽ പറയുന്നത്. പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ആണ്. വിപുലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ വേണം മോർച്ചറിക്ക്. അതുപോലെ തന്നെ അത് 18 മീറ്റർ സ്ക്വയറോളം കവർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വാഹനങ്ങള് പാർക്ക് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഡെഡ് ബോഡീസ് കയറ്റുമ്പോ അല്ലെ, ഈ ആംബുലൻസിലൊക്കെ കയറ്റുമ്പോൾ മഴ നനയാതിരിക്കാനായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെ ആളുകളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് സ്ക്രീൻ വെച്ച് മറച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇനി റിസപ്ഷൻ എന്താണ്? The place where bodies are observed and documented, examined. It should be easily reachable and approachable. അപ്പൊ എന്താണ് റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ഹോസ്പിറ്റലിൽ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെ എല്ലാം എന്തുണ്ട്? സെപ്പറേറ്റ് ആയിട്ടുള്ള റിസപ്ഷൻ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് മോർച്ചറിക്കും എന്തുണ്ട്? റിസപ്ഷൻ ഉണ്ട്. ആ റിസപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെഡ് ബോഡീസ് അല്ലെ, വരുന്ന ഡെഡ് ബോഡീസിനെ നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള രേഖകൾ എക്സാമൈൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് റിസപ്ഷൻ ഉള്ളത്. മോർച്ചറിക്ക് റിസപ്ഷൻ ഉള്ളത്. അത് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ആൻഡ് അപ്രോച്ചബിൾ. നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതുപോലെ അപ്രോച്ചബിളും ആയിരിക്കണം മോർച്ചറിയുടെ റിസപ്ഷൻ എന്ന് പറയുന്നത്. ട്രോളി ബേ. The proper space need for trolley bay is 3 meter square. 3 meter square ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. The trolley is used for transportation of the dead body. It should be within the reach of reception. അപ്പൊ എന്താ പറയുന്നത്? ആ ട്രോളി ബേയുടെ സ്പേസ് എന്ന് പറയുന്നത് 3 meter square ആണ്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം ഓരോന്നും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എൻട്രൻസിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു 18 മീറ്റർ സ്ക്വയർ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി എന്താണ് ട്രോളി ബേ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രോളി ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദി ഡെഡ് ബോഡി. ഓക്കെ, ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നതാണ് ട്രോളി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ റീച്ച് ഓഫ് ദ റിസപ്ഷൻ. അപ്പൊ റിസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ട്രോളി ഉണ്ടായിരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ട്രോളി വേയിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് വെയിറ്റിംഗ് ഏരിയ. എന്താണ് വെയിറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാല്? വെയിറ്റിംഗ് റൂം ഓഫ് 15 meter square is suggested for the entry to visitors and relatives. നമുക്കറിയാം അല്ലെ, വെയിറ്റിംഗ് ഏരിയയുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 15 meter square ആണ്. അതുപോലെ തന്നെ വിസിറ്റേഴ്സിനും റിലേറ്റീവ്സിനും എൻ്റർ ചെയ്ത് അവിടെ എന്താണ് വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? സ്റ്റോറേജ് ചേംബർ. ടൈപ്സ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ്. സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡീസ് നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത്. അത് 2 രീതിയിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ടെമ്പറേച്ചറും ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചറിലും നമ്മൾ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നുണ്ട്. ഇനി പോസിറ്റീവ് ടെമ്പറേച്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 degrees Celsius and 4 degrees Celsius. അണ്ടർലൈൻ ചെയ്യാം. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത് എത്ര തൊട്ട് എത്ര വരെയാണെന്നാണ് പറയുന്നത്? 2 degree to 4 degree Celsius ആണ്. While this is usually used for keeping bodies for up the several weeks. ഇനി ഡെഡ് ബോഡീസ് നമ്മള് എന്താണ് സെവറൽ വീക്സ് അല്ലെ. സെവറൽ വീക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് നാളുകൾ അല്ലെങ്കിൽ കുറച്ച് വീക്സ് മാത്രമേ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഡെഡ് ബോഡീസ് നമ്മള് കുറച്ച് നാളുകള്, കുറച്ച് വീക്സുകൾ മാത്രമേ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി എന്താ? ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ. ഡീകേ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഡീകേ എന്തായിരിക്കാം മീനിങ് വരുന്നത്? ഡീകേ അഴുകുക അല്ലെ. എന്താണ്? ഡസ് നോട്ട് പ്രിവെന്റ്. അഴുകുക എന്നുള്ളത് തടയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? അഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലെ. ഇനി നോക്കിയേ, which continues at a slower rate than at room temperature.
റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു കഴിഞ്ഞാല് അതെന്താണ് അഴുകും. പക്ഷെ എന്താണ് സ്ലോവർ റേറ്റിലാണ് ഡെഡ് ബോഡീസ് അഴുകാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കും. ഇപ്പൊ മരിച്ച വീടുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താണ് അവിടെ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുകയാണെങ്കിൽ അതെന്താണ് ചിലപ്പോ അഴുകാനായിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ അഴുകി തുടങ്ങാനായിട്ട് തുടങ്ങും അല്ലെ. ചിലപ്പോ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാം, അല്ലെങ്കിൽ ചെവിയിൽ നിന്നൊക്കെ ബ്ലഡ് എടുക്കുന്നത് കാണാം ചിലവരുടെ. അതുപോലെ തന്നെ സ്മെല്ലുകൾ വരാനായിട്ട് തുടങ്ങും ഇല്ലേ, സംഭവിക്കാറില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, അറിയാൻ പറ്റും. അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. അതന്നെ ബ്ലഡ് വരുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഡീക്കെ അല്ലെ, അഴുകുന്നത് ഈ പോസിറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ ഡെഡ് ബോഡീസ് അഴുകുന്നത് തടയുന്നില്ല. അതെന്താണ് സ്ലോവർ റേറ്റിലായിരിക്കും അത് അഴുകാനായിട്ട് തുടങ്ങുന്നത് റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ. ഓക്കെ, ഇനി നെഗറ്റീവ് ടെമ്പറേച്ചർ എന്താണ്? ബോഡീസ് ആർ കെപ്റ്റ് അറ്റ് ബിറ്റ്വീൻ -15 degree ആൻഡ് -25 degree Celsius. അപ്പൊ എന്താണ് അണ്ടർലൈൻ ചെയ്യാട്ടോ. നെഗറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ ഡെഡ് ബോഡീസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? എത്ര തൊട്ട് എത്ര വരെയാണ്? -15 to -25 degree Celsius. Usually used at a forensic institute, particularly when a body have been identified. At this temperature, the body is completely frozen and decay is totally stopped. അപ്പൊ നമ്മള് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെയാണ് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചറുകളില് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെയാണ് ഇങ്ങനെ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ടോ ആണ് ഡെഡ് ബോഡീസ് ഇങ്ങനെ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ് നെഗറ്റീവ് ടെമ്പറേച്ചറിലാകുമ്പോൾ എന്താണ് ഫ്രോസൺ അല്ലെ. എന്താ മീനിങ് ഫ്രോസൺ എന്ന് പറഞ്ഞാല്? the body is completely frozen. Not frozen. എന്താണ് ഫ്രോസൺ എന്ന് പറഞ്ഞാല്? മീനിങ് എന്താ? ഫ്രീസ് അല്ലെ, ഇങ്ങനെ മരവിച്ചിരിക്കും അല്ലെ. നെഗറ്റീവ് ടെമ്പറേച്ചറിലാവുമ്പോ ഡെഡ് ബോഡീസ് എങ്ങനെയാണ്? മരവിച്ചിട്ടാണ് അല്ലെ, തണുത്ത് അല്ലെ, മരവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഡീക്കെ ഈസ് ടോട്ടലി സ്റ്റോപ്ഡ്. ഇങ്ങനെ മരവിച്ചിരിക്കുമ്പോ നമ്മളൊക്കെ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ മീനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തണുത്ത് വിറങ്ങലിച്ച് ചീത്തയാവില്ല, തണുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെ. അതുപോലെ തന്നെയാണ് ഇത് നെഗറ്റീവ് ടെമ്പറേച്ചറിലാണ് ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്. എന്താണ് ഈ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അതെന്താണ് അഴുകുന്നില്ല. ടോട്ടലി സ്റ്റോപ്ഡ്. ഡീക്കെ ഈസ് ടോട്ടലി സ്റ്റോപ്ഡ്. ഓക്കെ, അഴുകുന്നില്ല, അത് നിങ്ങൾ തണുത്ത് മരവിച്ച് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം നെഗറ്റീവ് ടെമ്പറേച്ചർ എന്താണ്, പോസിറ്റീവ് ടെമ്പറേച്ചർ എന്താണെന്ന് പറഞ്ഞാല് അതിന്റെ ഡിഫറൻസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്? 2 to 4 degree Celsius ആണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചർ ആകുമ്പോൾ -15 to -25 degree Celsius ആണ്. ഇനി അതുപോലെ തന്നെ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ എന്താണ് കുറച്ച് ആളുകൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഡെഡ് ബോഡീസ് ഈ എന്താണ് സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ, കുറച്ച് വീക്സ്. ഇനി അതുപോലെ തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചറിലാകുമ്പോൾ നമുക്ക് ഒത്തിരി നാള് വരെ സൂക്ഷിക്കാനായിട്ട് പറ്റും. കാരണം എന്താ? അതിങ്ങനെ മരവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഡീക്കെ ടോട്ടലി സ്റ്റോപ്ഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കാം കേട്ടോ.
നെക്സ്റ്റ് നോക്കിയാലോ. ഓക്കെ, 6th പോയിന്റ് നോക്കിയേ, പോസ്റ്റ്മോർട്ടം റൂം. The postmortem room is treated to be like an operation theater is in our technicality. അപ്പൊ എന്താണ് പറയുന്നത്? ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റൂമിൽ നമുക്ക് എന്താണ് അതിനെ ട്രീറ്റ് ചെയ്യാം, ഓപ്പറേഷൻ റൂം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അല്ലെ? ഇല്ലേ? രണ്ടിന്റെയും കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. നോക്കിയേ, the major difference between mortuary and the operation theater is, അല്ലെ? നമ്മള് ടെക്നിക്കലി പറയുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റൂം ആയാലും അതുപോലെ തന്നെ ഓപ്പറേഷൻ റൂമിനെയും ഒന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ എന്താണ്, സെയിം പ്രൊസീജിയർ തന്നെയാണ് അവിടെ നടക്കുന്നത് അല്ലെ? എന്ത് പ്രൊസീജിയറാണ് നടക്കുന്നത് പോസ്റ്റ്മോർട്ടം റൂമിലും അതുപോലെ തന്നെ ഓപ്പറേഷൻ റൂമിലും? എന്ത് പ്രൊസീജിയറാണ് നടക്കുന്നത്? എന്താണ്? പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിൽ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ ചെയ്യുന്നത്? എന്ത് ചെയ്തു? നമ്മളെ ഡെഡ് ബോഡീസ് കട്ട് ചെയ്തിട്ട് അല്ലെ? ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും എന്താണ് സർജറി അല്ലെ? നമ്മളെ ബോഡി കീറി മുറിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ സെയിം പ്രൊസീജിയർ ആണ് എന്ത് പോസ്റ്റ്മോർട്ടം റൂമിലും നടക്കുന്നത്. അതാണ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് പോസ്റ്റ്മോർട്ടം റൂമിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും? ഓപ്പറേഷൻ റൂം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി മേജർ ഡിഫറൻസ് എന്താണെന്നാണ് പറയുന്നത്. നോക്കിയേ, the major difference between mortuary and operation theater is that in OT almost care is required to avoid the outside infection that enters inside, and in mortuary is needed to make sure that the inside infection does not spread out. എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ നമ്മള് പേഷ്യൻസിനെ സർജറി കഴിഞ്ഞതിന് ശേഷം പുറത്തു നിന്ന് അണുക്കള് അദ്ദേഹത്തിന്റെ ബോഡിയിലേക്ക് കടക്കാതിരിക്കാൻ നമ്മള് നോക്കേണ്ടതാണ് അല്ലെ? അല്ലെങ്കിൽ എന്താണ്, ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കണം. പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിൽ നമ്മൾ ഡെഡ് ബോഡീസ് കീറി മുറിക്കുന്നു, ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ ഈ ഡെഡ് ബോഡിയിൽ നിന്ന് അണുക്കള് പുറത്തേക്ക് കടക്കാതിരിക്കാൻ നമ്മൾ നോക്കണം ഇല്ലേ? മറ്റുള്ളവർക്ക് അസുഖം വരാനായിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഡെഡ് ബോഡിയുടെ അകത്ത് നിന്ന്, ഡെഡ് ബോഡിയുടെ ഉള്ളിൽ നിന്ന് അണുക്കള് പുറത്തേക്ക് കടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് രണ്ടിന്റെയും മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്തൊക്കെയാണ്? ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിങ് അല്ലെ? മോർച്ചറിയിൽ എന്തൊക്കെയുണ്ടാവും? ഒരു ഓഫീസ് റൂം ഉണ്ടാവും, റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനായിട്ടും അതിന്റെ പ്രോസസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടും കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഒരു ഓഫീസ് റൂം വേണമെന്ന് പറയുന്നത്. അതുപോലെ ഡോക്ടേഴ്സ് റൂം ഉണ്ടാവും, സ്റ്റോർ റൂം ഉണ്ടാവും. സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റോർ റൂം എന്തായിരിക്കും? സ്റ്റോർ റൂം എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സ് സൂക്ഷിക്കാനായിട്ട്, വെരി ഗുഡ്, എക്യുപ്മെന്റ്സുകൾ സൂക്ഷിക്കാനായിട്ട്. ഇനി എന്താ? റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റൻസ്. ചേഞ്ചിങ് റൂംസ്. എന്തായിരിക്കും ചേഞ്ചിങ് റൂംസ്? ചേഞ്ചിങ് റൂംസ് എന്താ? എന്ത് ചേഞ്ച് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ചേഞ്ചിങ് റൂംസ്, ഡ്രസ്, ഓക്കെ, ടോയ്ലറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഫങ്ഷണൽ ഏരിയ. ഓക്കെ, നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ അല്ലെ? എന്താണ്? പോസിറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ കാര്യം നമ്മൾ അല്ലെ, പോസ്റ്റ്മോർട്ടം റൂമിന്റെ കാര്യം നമ്മൾ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എന്ത്? ടൈപ്സ് ഓഫ് മോർച്ചറീസ്. ഓക്കെ, വ്യക്തി മോർച്ചറി ഉണ്ട്, ഹോസ്പിറ്റൽ മോർച്ചറി ഉണ്ട്, പ്രൈവറ്റ് മോർച്ചറി ഉണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? വെയിറ്റിംഗ് മോർച്ചറി. A waiting mortuary is a mortuary building planned specifically for the purpose of framing that the deceased person is truly dead. അപ്പൊ ഈ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഓൾറെഡി മരിച്ച ഒരാളെ എന്ത് ചെയ്യുന്നുണ്ട്, മോർച്ചറിയിൽ സൂക്ഷിക്കുന്നുണ്ട്. മോർച്ചറിയിൽ സൂക്ഷിച്ച് അത് അദ്ദേഹം ഒന്നുകൂടി മരിച്ചു കഴിഞ്ഞോ ഇല്ലയോ എന്ന് ഒന്നും കൂടി നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ നമ്മൾ വെക്കുന്നത്. ഓക്കെ, പണ്ട് കാലങ്ങളിൽ ആളുകൾക്ക് പേടിയായിരുന്നു. എന്താണ്, മരിച്ചിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് നമ്മള് എന്താണ് സൂക്ഷിക്കും, അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്യും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യോ ഇല്ലയോ എന്നൊരു പണ്ടുള്ള ആളുകൾക്ക് ഒത്തിരി ഭയമുണ്ടായിരുന്നു. പിന്നെ മോഡേൺ കൺസെപ്റ്റിലോട്ട് അല്ലെങ്കിൽ മോഡേൺ രീതിയിലോട്ട് ഹോസ്പിറ്റലുകൾ മാറിക്കഴിഞ്ഞപ്പോ എന്താണ്, ആളുകൾ മരിച്ചോ ഇല്ലയോ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പല മെത്തേഡ്സുകളും വന്നിട്ടുണ്ട്. മോഡേൺ മെത്തേഡ്സുകൾ വന്നു. പണ്ടുള്ള കാലങ്ങളിലൊക്കെ അപ്പോ ഈ ആളുകൾക്ക് ഭയമായിരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനുശേഷം ആളുകളെ വെയിറ്റിംഗ് മോർച്ചറിയിലോട്ട് വെക്കും. അവിടെ ഒരു ആളെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് അറ്റൻഡൻസ്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡെഡ് ബോഡീസ് അവര് ഒബ്സർവ് ചെയ്യും. എന്താണ്, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ കൈ അനക്കുന്നുണ്ടോ, കാലനക്കുന്നുണ്ടോ, ജീവന്റെ തുടിപ്പുകൾ ഉണ്ടോ അല്ലെ, കണ്ണ് ചിമ്മുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിരീക്ഷിക്കും. നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടാണ് അവർ ഉറപ്പിക്കുന്നത് എന്താണ്, മരിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ തന്നെ ഡെഡ് ബോഡീസ് നമ്മൾ എങ്ങനെ മരിച്ചു സ്ഥിരീകരിക്കാൻ പറ്റും, കുറച്ചു നേരം നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡീക്കേ സംഭവിക്കും അല്ലെ. ടെമ്പറേച്ചറിലൊക്കെ ആണെങ്കിൽ അത് ഡീക്കേ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്, സ്മെല്ല് വരും, ചിലപ്പോ ചെവിയിൽ നിന്നും മുക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരാറുണ്ട് അല്ലെ. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് എന്താണ്, അഴുകാനായിട്ട് തുടങ്ങുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും മരിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് വെയിറ്റിംഗ് മോർച്ചറിയിൽ പറയുന്നത് കേട്ടോ. നമുക്ക് വായിക്കാം. A waiting mortuary is a mortuary building planned specifically for the purpose of framing that deceased person actually dead. ആരാണ് ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാല്? എന്താ മീനിങ്? ഡിസീസ്ഡ് പേഴ്സൺ ആരായിരിക്കും? മരിച്ചാലേ, മരണമടഞ്ഞ വ്യക്തി, അതിനെയാണ് നമ്മൾ ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, മരണമടഞ്ഞ വ്യക്തി മരിച്ചയോ ഇല്ലയോ എന്ന് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ പർപ്പസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെയിറ്റിംഗ് മോർച്ചറി. വെയിറ്റിംഗ് മോർച്ചറിയിലാണ് നമ്മൾ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്. മരണമടഞ്ഞ വ്യക്തി ഒന്നുകൂടി മരിച്ചോ ഇല്ലയോ എന്ന് ഒന്നുകൂടി സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് മോർച്ചറിയിലാണ് സൂക്ഷിക്കുന്നത്. ബിഫോർ ദ എമർജൻസ് ഓഫ് എ മോഡേൺ മെത്തേഡ് ഓഫ് വെരിഫൈങ് ദാറ്റ് people feared that they would be burial alive. എന്താ പറയുന്നത്, നമ്മള് എന്താണ്, ഇപ്പൊ എന്താണ്, കുറച്ച് മോഡേൺ മെത്തേഡുകളൊക്കെ വന്നപ്പോ നമുക്ക് എന്താണ്, അത് വെരിഫൈ ചെയ്ത് ആളുകൾ മരിച്ചോ ഇല്ലയോ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് മോഡേൺ മെത്തേഡുകൾ വന്നിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു, ആളുകൾക്ക് ഭയമായിരുന്നു. ഞാൻ പറഞ്ഞു എന്താണ്, ജീവനോടെ കുഴിച്ചുമൂടോ ഇല്ലയോ എന്നൊക്കെ ആളുകൾക്ക് ഭയമായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു നോക്കിയേ, ടു ലെസൺ ദ ഫിയേഴ്സ് that lately deceased were housed for the time in waiting mortuary, but attendants would watch of signs of life. അപ്പൊ എന്ത് ചെയ്തു, ഒരാളെ നമ്മൾ അറ്റൻഡ് അല്ലെ, അവിടെ എന്താണ്, ഈ ജീവന്റെ തുടിപ്പുണ്ടോ അല്ലെങ്കിൽ കണ്ണ് ചിമ്മുന്നുണ്ടോ കാലനക്കുന്നുണ്ടോ എന്നൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ടാവും. അതാണ് ആര്, അറ്റൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എന്ത്, അദ്ദേഹം ഡെഡ് ബോഡീസിനെ വാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ്, the corpse would be allowed to decompose partially prior to burial. എന്താ പറയുന്നത്, ഈ കോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കോപ്സ് എന്താ മീനിങ്, കോപ്സ് എന്ന് പറഞ്ഞാല് ഡെഡ് ബോഡി അല്ലെ, മൃതദേഹം. ഡെഡ് ബോഡിയാണ് കേട്ടോ, ഡെഡ് ബോഡിയാണ് മൃതദേഹം. അപ്പൊ എന്താണ്, ഈ ഡെഡ് ബോഡി എന്താണ്, നമ്മള് ഈ എന്താണ്, ഡീകമ്പോസിഷൻ ആവാനായിട്ട് തുടങ്ങും അല്ലെ, ഡീക്കെ ആവാനായിട്ട് തുടങ്ങും.
അപ്പൊ എന്താണ് സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഡാഷ് ഈസ് ദ മോർച്ചറി ബിൽഡിംഗ് പ്ലാന്റ് specifically for the purpose of framing that the deceased person are truly dead. ഏത് മോർച്ചറി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് കേട്ടോ. ഓക്കെ, വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമടഞ്ഞ വ്യക്തി മരിച്ചോ ഇല്ലയോ എന്ന് ഒന്നുകൂടി സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റിംഗ് മോർച്ചറിയില് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ആളുകൾക്ക് ഭയമായിരുന്നു എന്ത്? ആളുകളെ എന്താണ് ഈ മരിക്കാതെ നമ്മള് ആളുകളെ കുഴിച്ചു മൂടോ ഇല്ലയോ എന്ന് ആളുകൾക്ക് ഭയമായത്. ഇനി കുറച്ചുകൂടി മോഡേൺ കൺസെപ്റ്റിലോട്ട് വന്നപ്പോ, ഹോസ്പിറ്റലുകൾ മോഡേൺ രീതിയിലോട്ട് വന്നപ്പോ എക്യുപ്മെന്റുകള്, പല എക്യുപ്മെന്റുകളൊക്കെ ഉണ്ട്. പല മെത്തേഡ്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആളുകള് മരിച്ചു എന്ന് സ്ഥിരീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ മോർച്ചറിയിൽ ഒരു അറ്റൻഡൻസ് അല്ലെ, അറ്റൻഡർ എന്ന് പറഞ്ഞ ആളെ നമ്മൾ വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് എന്താണ് സയൻസ് ഓഫ് ലൈഫ് അല്ലെ, എന്താണ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ചിലപ്പോ കയ്യാനക്കുന്നുണ്ടോ കാലനക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതാണ് ഇത് അറ്റൻഡൻസ് എന്ന് പറയുന്നത്. അറ്റൻഡൻസ് നമ്മൾ വാച്ച് ചെയ്ത്, അവരെ വാച്ച് ചെയ്ത് ഡെഡ് ബോഡീസിനെ വാച്ച് ചെയ്തുകൊണ്ട് അവര് സ്ഥിരീകരിക്കാൻ മരിച്ചില്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കോപ്സ് മൃതദേഹങ്ങളിൽ നിന്ന് വേക്ക് സംഭവിക്കുമ്പോൾ അല്ലെ, അത് അഴുകാനായിട്ട് തുടങ്ങും. അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് സംഭവിക്കും? എന്ത് വരുന്നുണ്ട്? സ്മെല്ല് വരുമ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് വെയിറ്റിംഗ് മോർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് നോക്കാം, ഹോസ്പിറ്റൽ മോർച്ചറി. A hospital mortuary is situated within the hospital, a care center, a burial എന്നാണോ അവിടെ? ഓക്കെ ഓക്കെ, ബ്യൂറിയലിന് തന്നെയായിരിക്കും കേട്ടോ. ഞാനിവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ഇത് പഴയ ടെക്സ്റ്റ് ആണ്, അതുകൊണ്ടാണ് സ്ക്രീനിൽ ഇരിക്കുന്നത് പഴയ ടെക്സ്റ്റ് ആണ്. ഓക്കെ ഓക്കെ, ബ്യൂറിയൽ. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. കറക്റ്റ് ആണ്, അപ്പൊ ടെക്സ്റ്റില് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ മോർച്ചറി. A hospital mortuary is situated within hospital, a care center, a hospice or a retirement home. എന്താണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്? എന്താണ് ഈ ഹോസ്പിറ്റൽ കെയർ സെന്റർ ഉണ്ട്, ഹോസ്പൈസ് അല്ലെ. ഹോസ്പൈസ് എന്താ? പുനരധിവാസ സേവനങ്ങൾ, നമ്മൾ ഇൻട്രൊഡക്ഷനിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ റിട്ടയർമെന്റ് ഹോം, ഇവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഇറ്റ് എംപ്ലോയീസ് സാലറീഡ് പേഴ്സണൽ കോൾഡ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ. അപ്പൊ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സാലറീഡ് പേഴ്സണലിനെ പറയുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻ. അണ്ടർലൈൻ ചെയ്യാം, ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹോസ്പിറ്റൽ മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. The hospital mortuary may be delegated as an autopsy site for forensic purpose. അപ്പൊ എന്താണ് ഈ ഓട്ടോപ്സി പോലുള്ള അല്ലെ, പോസ്റ്റ്മോർട്ടം. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം പോലുള്ള ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ് ആരെ? ഹോസ്പിറ്റൽ മോർച്ചറിയെ. ഓക്കെ, ഡെലഗേറ്റഡ് മീൻസ് ചുമതലപ്പെടുത്തുക. അപ്പോ ഓട്ടോപ്സി പോലുള്ള പോസ്റ്റ്മോർട്ടം പോലുള്ള ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു അടിയിൽ ഒരു പാരാഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ട് അല്ലെ, നോക്കിയേ. ഇൻ റൂറൽ ഏരിയ where there are no burial facilities nearby, a hospital mortuary may receive the body of an individual who died outside its own vicinity for a fee. എന്താണ്
ഈ റൂറൽ ഏരിയാസിലൊക്കെ ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടക്കം ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഡെഡ് ബോഡീസ് സൂക്ഷിക്കാൻ പറ്റും. എന്തുവരെ? ആ ഫെസിലിറ്റീസ്, അടക്കം ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ലഭിക്കുന്നത് വരെ നമുക്ക് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. പകരം നമ്മൾ എന്ത് കൊടുക്കണം? വെറുതെ അവര് സൂക്ഷിക്കില്ല. എന്ത് കൊടുക്കണം? അവിടെ ഫീ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയേ ഹോസ്പിറ്റൽ മോർച്ചറി, അതുപോലെ തന്നെ വെയിറ്റിംഗ് മോർച്ചറി എന്താണ് ഉള്ളത് എന്ന് വായിച്ചു നോക്കാം കേട്ടോ. വിസിനിറ്റി എന്ന് പറഞ്ഞാല് അടുത്ത പ്രദേശം. കഴിഞ്ഞോ? ഓക്കെ, വായിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് പ്രൈവറ്റ് മോർച്ചറി. A private mortuary is a private structure to receive rename waiting for burial and cremation. അപ്പൊ എന്താണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാൽ? ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്. അടക്കം ചെയ്യുന്നതിന് മുൻപോ ശവസംസ്കാരം നടത്തുന്നതിന് മുൻപോ ഡെഡ് ബോഡീസ് വെയിറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഇവിടെ പ്രൈവറ്റ് മോർച്ചറിയിൽ. ഓക്കെ, ബ്യൂറിയൽ അല്ലെ, അടക്കം ചെയ്യുന്നതിന് മുൻപോ ശവസംസ്കാരത്തിന് മുൻപോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡെഡ് ബോഡീസ് വെയിറ്റ് ചെയ്യിപ്പിച്ച് വെക്കുന്നതാണ് പ്രൈവറ്റ് മോർച്ചറിയിൽ. ഓക്കെ, ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. ഇപ്പോ ഇതിൽ പറയുന്നത് എന്താണ്? ഇപ്പൊ വീട്ടില് എക്സാമ്പിൾ പറയാം, വീട്ടില് അച്ഛനമ്മമാര് തനിച്ചുള്ളൂ, മക്കളൊക്കെ ഗൾഫിലാണ്. ഓക്കെ, വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഗൾഫിലാണ്. അപ്പൊ അവര് തനിച്ചുള്ളൂ. അപ്പൊ അവര് പെട്ടെന്ന് മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവര് വരണോ അല്ലെ, എന്താണ് ഗൾഫിൽ നിന്ന് മക്കള് വരണം എന്ത് അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവരുടെ ഡെഡ് ബോഡീസ് എന്ത് ചെയ്യും? എവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കും? പ്രൈവറ്റ് മോർച്ചറിയിലാണ് വെയിറ്റ് ചെയ്ത് വെക്കുന്നത് അല്ലെ. അവര് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോ 2 ദിവസം പിടിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ പിടിക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരാഴ്ച വരെ ഡെഡ് ബോഡീസ് പ്രൈവറ്റ് മോർച്ചറിയിൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. Unlike a hospital mortuary, a private mortuary may not receive the dead bodies of individuals who died of certain infectious diseases. ഇപ്പൊ ഇവിടെ പറയുന്നത് ഈ ഹോസ്പിറ്റൽ മോർച്ചറി പോലെയല്ല പ്രൈവറ്റ് മോർച്ചറി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പ്രൈവറ്റ് മോർച്ചറിയില് എന്താണ്, ഇപ്പൊ ഒരാള് ഇൻഫെക്ഷൻ ആയിട്ടാണ് മരിച്ചതെങ്കിൽ ആ ഡെഡ് ബോഡി പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കില്ല. ഓക്കെ, പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കുകയില്ല. ഒരു ഇൻഫെക്ഷൻ ആയിട്ടാണ് ഒരു പേഷ്യന്റ് മരിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ മരിച്ചതെങ്കിൽ ആ ഡെഡ് ബോഡി അവിടെ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതല്ല. പക്ഷേ ഹോസ്പിറ്റൽ മോർച്ചറിയിലാകുമ്പോ എല്ലാ തരത്തിലുള്ള ഡെഡ് ബോഡീസും അവിടെ സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ, all private mortuaries are run by funeral homes. Okay,
പ്രൈവറ്റ് മോർച്ചറി മാനേജ് ചെയ്യുന്നത് ഫ്യൂണറൽ ഹോംസ് ആണ്. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താണ്, ഒരു ബിസിനസ് ആണ്. പ്രൈവറ്റ് മോർച്ചറിയിൽ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് റിലേറ്റീവ്സ് ഗൾഫിൽ നിന്ന് ആണെങ്കിൽ അവര് വരുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഡെഡ് ബോഡീസ് കൈമാറ്റം ചെയ്യപ്പെടുകയും അത് പിന്നീട് എന്താണ് മരണാന്തര ചടങ്ങുകൾ അല്ലെ, അവരടക്കം ചെയ്ത് മരണാന്തര ചടങ്ങുകൾ വരെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ്, അതിനെയാണ് നമ്മൾ ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രൈവറ്റ് മോർച്ചറി റൺ ചെയ്യിപ്പിക്കുന്നത് ഫ്യൂണറൽ അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് ഫ്യൂണറൽ ഹോംസ് ആണ്. പ്രൈവറ്റ് മോർച്ചറി ആർ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ സർവീസ് ഓഫ് ഫ്യൂണറൽ ഹോംസ്. ഈ എന്താണ്, ഫ്യൂണറൽ ഹോംസിന് പുറമെ കൊടുക്കുന്ന സേവനത്തിന്റെ ഒരു ഭാഗമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. They came under the category either of a funeral home or funeral parlor. ഫ്യൂണറൽ ഹോംസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫ്യൂണറൽ പാർലർ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാറ്റഗറിക്കുള്ളിൽ എന്തൊക്കെയാണ് ഫ്യൂണറൽ ഹോംസിന്റെ കാറ്റഗറിക്കുള്ളിൽ വരുന്നതാണ് ഇത് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നുണ്ട്. ഫ്യൂണറൽ ഹോംസിന്റെ കാറ്റഗറിക്കുള്ളിൽ വരുന്ന ഇതാണ് ഇത് പ്രൈവറ്റ് മോർച്ചറി. വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. എങ്ങനെയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് 5 പോയിന്റ്സ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ദ മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രീസിയസ്ലി. അപ്പൊ എന്താണ് മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മോർച്ചറിയിലേക്ക് വരുന്ന ഡെഡ് ബോഡീസ് എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തില് വരുന്നത്, മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പൊ എത്ര ഡെഡ് ബോഡീസ് ഉണ്ട്, എത്ര എണ്ണം നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കുന്നതാണ് മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറയുന്നത്. The necessary temperature of the mortuary is observed and sustained. അപ്പോ നമ്മൾ പറഞ്ഞു ഡെഡ് ബോഡീസ് കൃത്യമായിട്ട് നമ്മൾ എന്താ ചെയ്യണം, ടെമ്പറേച്ചറിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചറിന്റെ കാര്യങ്ങൾ, നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ കൃത്യമായിട്ടാണോ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്, ചിലത് എന്താണ് ടെമ്പറേച്ചറുകൾ കൃത്യമായിട്ടാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്, അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയും കൃത്യമായിട്ട് അത് നിലനിർത്തി കൊണ്ടുപോവുകയും വേണം. ഇനി എന്താ, ക്ലീൻലിനെസ് ആൻഡ് ടിഡിനെസ് ഓഫ് ദി മോർച്ചറി ഈസ് സസ്റ്റെയിൻഡ്. അപ്പൊ ക്ലീൻലിനെസ്, ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ അടക്കം ചിട്ട, ടിഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടക്കം ചിട്ടയുമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം, നിലനിർത്തണം. സസ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. ഇനി എന്താ, സെക്യൂരിറ്റി ഓഫ് ദി മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. എന്തിനാണ് മോർച്ചറിക്ക് സെക്യൂരിറ്റി വേണമെന്ന് പറയുന്നത്? എന്തിനായിരിക്കാം സെക്യൂരിറ്റി എന്നത്, എന്തിനാണ് അങ്ങനെ സെക്യൂരിറ്റി വേണമെന്ന് പറയുന്നത്? സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. എന്തുകൊണ്ടായിരിക്കാം സെക്യൂരിറ്റി വേണം അല്ലെങ്കിൽ സുരക്ഷിതത്വം വേണം എന്ന് പറയുന്നത്? ബോഡീസ് കൈമോശം വരാതിരിക്കാൻ, കേസുള്ള ഡെഡ് ബോഡീസ് ഉണ്ടാവും ഇല്ലേ? എന്തൊക്കെ കേസുകളാ വരുന്നേ? ഏതൊക്കെ കേസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആക്സിഡന്റ് കേസ്, മെഡിക്കോ ലീഗൽ കേസസുകൾ അല്ലെ? ഓക്കെ, വെരി ഗുഡ് അല്ലെ?
മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ പല പോസ്റ്റ്മോർട്ടം നടത്തി ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നമ്മൾ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തെളിവുകൾ നശിപ്പിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അങ്ങനെയുള്ള വേറെ ആളുകൾ വന്നിട്ട് തെളിവുകൾ എടുത്തുകൊണ്ട് പോവാനായിട്ടോ തെളിവുകൾ നശിപ്പിക്കാനായിട്ടോ ഇടവരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മോർച്ചറിയിൽ കൃത്യമായിട്ടുള്ള സുരക്ഷിതത്വം നിലനിർത്താനായിട്ട് ശ്രമിക്കണം. പിന്നെന്താ, ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അജൻഡാസ് ആർ സ്ട്രിക്ട്ലി സസ്റ്റെയിൻഡ് അറ്റ് ഓൾ ടൈംസ്. എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ നടപടികളും അതുപോലെ തന്നെ അജൻഡാസ് പ്രൊസീജിയറും സ്ട്രിക്ട്ലി നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകണം. ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റിൽ വരുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പ്രൈവറ്റ് മോർച്ചറിയും അതുപോലെ തന്നെ ഇപ്പോ പറഞ്ഞ 5 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് ഓട്ടോപ്സി. ഓട്ടോപ്സി എന്താ, ഓട്ടോപ്സിയുടെ മീനിങ് എന്താ? പോസ്റ്റ്മോർട്ടം. വെരി ഗുഡ്, പോസ്റ്റ്മോർട്ടം അല്ലെ. ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോപ്സ്. അണ്ടർലൈൻ ചെയ്യാം. എന്താണ് അതിന്റെ ലിറ്ററലി മീനിങ് എന്ന് പറയുന്നത്? മൃതശരീരത്തെ കുറിച്ച് പഠിക്കുന്നതാണ്. ഇസ് ക്യാരിഡ് ഔട്ട് ഫോർ ക്ലിനിക്കൽ ആസ് വെൽ ആസ് മെഡിക്കോ ലീഗൽ പർപ്പസസ്. 2 തരത്തിലുള്ള ഓട്ടോപ്സി ഉണ്ട്. അതേക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്. എന്താണ് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്? ലൂസ്ലി ടേംഡ് ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. അപ്പോ ക്ലിനിക്കൽ ഓട്ടോപ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. അണ്ടർലൈൻ ചെയ്യാട്ടോ, ഇമ്പോർട്ടൻസ് ആണ്. Is carried out to diagnose the disease which has led to the mortality when anti-mortem effort have failed. ഇനി മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മരണനിരക്ക് അല്ലെ. അതുപോലെ തന്നെ ആന്റി മോർട്ടം എന്ന് പറഞ്ഞാല് മരണത്തിന് മുൻപുള്ള ശ്രമങ്ങള്. ഇതിൽ പറയുന്നത് എന്താണ്? ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ പറയുന്നുണ്ട് എന്താണ്? മരണത്തിന് മുൻപുള്ള ശ്രമങ്ങള് ഫെയിൽഡ് ആയി കഴിയുമ്പോൾ, അതായത് മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നമ്മൾ ചെയ്യുന്നത്. ഒന്നുകൂടിയും പറയാം, മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നമ്മൾ നടത്തുന്നത്. അതായത് ഇപ്പൊ നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു അസുഖം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസുഖമൊന്നുമില്ല, പെട്ടെന്ന് ആള് കുഴഞ്ഞു വീണ് മരിച്ചു. പക്ഷെ നമുക്ക് പറയാൻ പറ്റുമോ ആള് മരിച്ചത് ഇന്ന അസുഖം കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന രോഗം ഉണ്ടായിരുന്നു, ആ രോഗം കൊണ്ടാണ് മരിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നോക്കുമ്പോ എന്താണ്, നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിനിക്കൽ ഓട്ടോപ്സിയിലൂടെ മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുന്നു. ഓക്കെ, മരണകാരണം എന്താണ് എന്ന് നിർണയിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നു. ക്ലിയർ ആയോ? അതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പർപ്പസ് നോക്കിയേ. പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി.
to establish the nature of disease which has led to death when antemortem attempt have failed. നമ്മൾ നേരത്തെ പറഞ്ഞത് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ പർപ്പസ്. ഫസ്റ്റ് പർപ്പസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ എന്താണ് ഫെയിൽഡ് ആയി പോയാൽ നമ്മൾ എങ്ങനെയാണ് മരണത്തിലേക്ക് നയിച്ച ആ രോഗത്തെ നിർണ്ണയിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് പർപ്പസ് നോക്കാം. ടു സ്റ്റഡി പാത്തോളജി ഓഫ് ഡിസീസ് വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത് even when the diagnosis has been established prior to death. ഇവിടെ എന്താണ് ഒരു പേഷ്യന്റ്, ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. ഒരു പേഷ്യന്റ് എന്ത് ചെയ്തു, ഭയങ്കരമായിട്ടുള്ള ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നു. അപ്പൊ അവര് പരിശോധിച്ചപ്പോ കാർഡിയാക് അറസ്റ്റ് ആണ് സ്വീകരിച്ചു. അപ്പൊ എന്ത് ചെയ്തു, മരുന്ന് കൊടുത്തു, അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. മരുന്നിലൂടെയാണ് അയാള് പോകുന്നത്. അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ എന്താണ്, അദ്ദേഹം പെട്ടെന്ന് മരിച്ചു. അപ്പൊ എന്താണ് അവിടെ നമ്മള് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലെ, കാർഡിയാക് അറസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം മരുന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മരിച്ചു അല്ലെ. അപ്പൊ രോഗം അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. ഇവിടെ എന്താണ് ആ രോഗം എന്താണെന്നുള്ളത് ആദ്യം രോഗനിർണയം നടത്തിയിട്ടുണ്ടായിരുന്നു, പിന്നീടാണ് അദ്ദേഹം മരിച്ചത്. ഓക്കെ, ക്ലിയർ ആയോ? മരണത്തിലേക്ക് നയിച്ച രോഗത്തെ പഠിക്കുന്നു. ഓക്കെ, മരണത്തിലേക്ക് നയിച്ച രോഗത്തെ പഠിക്കുന്നു. അതെങ്ങനെയാണ്? മരണത്തിന് മുൻപ് എന്താണ് രോഗം ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം അതുകൊണ്ടാണ്, ആ അസുഖം കൊണ്ടാണ് മരിച്ചതെന്ന് സ്ഥിരീകരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. രണ്ട് പർപ്പസും ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഓക്കെ, രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് വന്നു, കഠിനമായിട്ടുള്ള ചെസ്റ്റ് പെയിൻ ആയിരുന്നു. അപ്പൊ അവിടെ എന്താണ്, അദ്ദേഹത്തെ പരിശോധിച്ചപ്പോ കാർഡിയാക് അറസ്റ്റ് ആണ് സ്ഥിരീകരിച്ചു, അസുഖം സ്ഥിരീകരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തു, കണ്ടീഷൻ ഓക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. മരുന്ന് അദ്ദേഹം തുടരുന്നുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അദ്ദേഹം എങ്ങനെയാണ്, എന്ത് അസുഖം കൊണ്ടാണ് മരിച്ചതെന്ന് സ്ഥിരീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എന്താണ്, കാർഡിയാക് അറസ്റ്റ് ആയിട്ടാണ് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, medical legal autopsy is executed within the aim of providing answers to questions about the identity, cause of death, time of death, situation of death, etc. is the benefiting the law of enforcing agencies to settle the crime. എന്താണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ കണ്ടെത്തുന്നതിലൂടെ ആ കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ്, ഐഡന്റിറ്റി അല്ലെ, വ്യക്തിത്വം, മരണമടഞ്ഞ ആളുടെ വ്യക്തിത്വം എന്താണ്, എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്, എന്ത് കാരണത്താലാണ്, എപ്പോഴാണ് അദ്ദേഹം മരിച്ചത്, ഏത് സിറ്റുവേഷനിലാണ് അദ്ദേഹം മരിച്ചത്, ഏത് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം മരിച്ചത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ കണ്ടെത്തി കഴിയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ആ കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ നിങ്ങളിപ്പോ എന്താ പല സിനിമകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, സിനിമകള് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നത് എങ്ങനെയാണ് മരിച്ചത്. ഇപ്പോ ക്രൈം ഫയല്, സുരേഷ് ഗോപിയുടെ ഒക്കെ ക്രൈം ഫയൽ കണ്ടിട്ടുണ്ടോ, സിസ്റ്ററിനെ കൊല്ലുന്നത്, CBI ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, അതിനകത്തുണ്ട് ഈ സിസ്റ്ററിന്റെ ആ വെയിറ്റ്, ആ ഡമ്മിയൊക്കെ കിണറ്റിലോട്ട് എടുത്തിട്ടിട്ട് എങ്ങനെയാണ് കിടക്കുന്നത് അല്ലെ, ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കിടക്കുന്നത്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവര് ആ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ക്രൈം കണ്ടെത്തുന്നത് അല്ലെ, ആരാണ് കൊന്നത്, എങ്ങനെയാണ്, ഏത് ടൈമിലാണെന്നൊക്കെ അവര് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ. ഇനി അതിന്റെ പർപ്പസ് നോക്കിയേ, പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി. ഓക്കെ, ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മൈനർ ഓഫ് ഡെത്ത്. എന്താണ്, എക്സാക്ട് കോസ്റ്റ്, നമുക്ക് കോസസ് കാരണം കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ തന്നെ
മൈനർ അല്ല സോറി, മാനർ ഓഫ് ഡെത്ത്, എന്താണ് മരണരീതി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ടു ഐഡന്റിഫൈ, ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദി ഡിസീസ്ഡ്, മരണമടഞ്ഞ വ്യക്തിയുടെ വ്യക്തിത്വം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ടു ഫൈൻഡ് ഔട്ട് ടൈം സെൻസ് ഡെത്ത്, അല്ലെ, ടൈം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. കളക്ട് ട്രാക്ക് എവിഡൻസ്, അല്ലെ, ട്രാക്ക് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. റീഓർഗനൈസിംഗ് ഓഫ് ക്രൈം സീൻസ്, നമ്മൾ പറഞ്ഞില്ലേ ക്രൈം ഫയലിലെ സുരേഷ് ഗോപിയിൽ എങ്ങനെയാണ് പുനരാവിഷ്കരണമാണ്, അല്ലെ, എങ്ങനെയാണ് സിസ്റ്റർ മരിച്ചത് എന്നുള്ളത്. എന്താണ് ആ ഡമ്മി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും വെയിറ്റ് ഹൈറ്റ് അങ്ങനെയുള്ള അതനുസരിച്ചിട്ട് അത് ഉണ്ടാക്കിയെടുത്ത് അത് ആ കിണറ്റിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്, അല്ലെ, ഇല്ലേ? ഓർക്കുന്നുണ്ടോ? കാണാത്തവർ ജസ്റ്റ് ഒന്ന് കാണാട്ടോ. ഓർക്കുന്നുണ്ടാവും, ഓർമ്മയുണ്ടാവും. പഴയ സിനിമയാണ്, നല്ല സിനിമയാണല്ലോ അത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പുനരാവിഷ്കരണമാണ് അതിലൂടെ നടത്തുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, അപ്പോ പർപ്പസ് ക്ലിയർ ആണോ? ഓക്കെ ആണോ ML ഓട്ടോപ്സിയുടെ? ഓക്കെ, ഇനി ഒരു ചെറിയൊരു പാരഗ്രാഫും കൂടി ഉണ്ട്, നോക്കാം. Even though the procedure of both the autopsies is the same, they are dissimilar in some aspects. അപ്പൊ എന്താണ്, ക്ലിനിക്കൽ ഓട്ടോപ്സി ആയാലും അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആയാലും അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് സെയിം ആണ്. പിന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്, സിമിലർ, അല്ലെ, ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കിയേ. യൂഷ്വലി ദ ക്ലിനിക്കൽ ഓട്ടോപ്സീസ് പെർഫോംഡ് ബൈ പാത്തോളജിസ്റ്റ്. ഓക്കെ, ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് പാത്തോളജിസ്റ്റ് ആണ്. ആൻഡ് ML ഓട്ടോപ്സീസ് പെർഫോംഡ് ബൈ ആരാണ്? ഫോറൻസിക് എക്സ്പെർട്ട് ആണ്. ഓക്കെ, അതാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഈ രണ്ട് ഓട്ടോപ്സിയുടെയും പ്രൊസീജിയർ സെയിം ആണ്, പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആരാണ്? ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത് പാത്തോളജിസ്റ്റും, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പെർട്ടും ആണ്. അതാണ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ഡൗട്ട് ഒന്നും ഇല്ല? ഓക്കെ, അപ്പൊ ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാട്ടോ. കൃത്യമായിട്ട് പഠിക്കാട്ടോ ഓരോ ചാപ്റ്റേഴ്സും. ഓക്കെ, താങ്ക് യു.